അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗ് നേതാവ് മുൻ MLA നമുക്കിപ്പം ടെലിഫോൺ. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഇപ്പോൾ ഒറ്റയടിക്ക് തീരുമാനം കേൾക്കുമ്പോൾ ഇപ്പോൾ മലപ്പുറത്ത് ജനറൽ സെക്രട്ടറിയുടേതായ ഒരു കുറിപ്പാണ് പുറത്തു വന്നത്. സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കും എന്നതാണ് നിലപാട്. അത് ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടാണോ, കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണോ, സംസ്ഥാന UDFന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് മലപ്പുറത്തെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അവിടുത്തെ ലീഗ് ജില്ലാ ഘടകം? അല്ല, അത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ മാത്രം നിലപാടല്ല, ജില്ലയിലെ UDFന്റെ കൂടി നിലപാടാണ്. അത് മറ്റ് ജില്ലകളിൽ നിന്ന് മലപ്പുറം വേറിട്ട് നിൽക്കുന്നത് മലപ്പുറത്ത് മുസ്ലിം ലീഗ് പാർട്ടിക്കും UDFനുമുള്ള ശക്തമായ സ്വാധീനമാണ്. അല്ല, ഇപ്പോൾ ഒരു സംശയം ആദ്യം തന്നെ അത് ക്ലാരിഫൈ ചെയ്ത് പോകാമെന്ന് തോന്നുന്നു. ഇപ്പോൾ കോൺഗ്രസ് നിലപാടിൽ നിന്ന് ഭിന്നമായി മലപ്പുറത്തെ ലീഗ് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് വാർത്ത. കാരണം അങ്ങനെ സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ സംസ്ഥാനത്തിൽ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കേണ്ടതില്ല, അത് UDFന്റെ തീരുമാനമായിരുന്നു. മലപ്പുറത്തെ ലീഗിന്റെ മാത്രം തീരുമാനമല്ല, ഇത് ആകെ UDFന്റെ തീരുമാനമാണോ? അല്ല, ഇത് മലപ്പുറത്തെ UDFുമായി കൂടി സഹകരിക്കുന്ന തീരുമാനമാണ്. കാരണം മലപ്പുറം ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭരിക്കുന്നത് UDF ആണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടക്കുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളുമായി സംവദിക്കാനും ജനങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനും കഴിയുന്ന ഒരു അവസരമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം സദസ്സുകളിൽ UDFന്റെ ഈ വികസന പ്രവർത്തനങ്ങൾ പലപ്പോഴും പറയാതിരിക്കുകയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി മറ്റുള്ളവർക്ക് പ്രചാരണം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടരുത് എന്ന് കൃത്യമായ ഒരു ബോധ്യത്തോടു കൂടിയാണ് ജില്ലയിലെ UDFും ജില്ലയിലെ മുസ്ലിം ലീഗ് പാർട്ടിയും ഒക്കെ ആ തീരുമാനത്തിലേക്ക്. നമ്മൾ പുറമേക്ക് കാണുന്ന പോലെയല്ല ഈ 1000-ലധികം തദ്ദേശ സ്ഥാപനങ്ങൾ. അപ്പോൾ സംസ്ഥാനത്തിന് ആകെ ഒരു ചിത്രമല്ല. മലപ്പുറത്ത് UDFിനൊപ്പം നിൽക്കുന്നു. അവിടെ നിങ്ങൾ സംസ്ഥാനത്തെ പൊതു സാഹചര്യം കാണുന്നില്ല. ഇപ്പോൾ സർക്കാർ ചിലവിൽ ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന് LDF വേദി ഒരുങ്ങുന്നു. അതിനെ തടയലാണോ ഈ ലക്ഷ്യം? അത് തന്നെയാണ് കാരണം സർ. മലപ്പുറത്ത് ജില്ലയിലൊക്കെ നടക്കുന്ന ജില്ലാ പഞ്ചായത്താകട്ടെ, ബ്ലോക്ക് പഞ്ചായത്തുകളാകട്ടെ, ഗ്രാമപഞ്ചായത്തുകളാകട്ടെ, ഇതൊക്കെ മുസ്ലിം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തി സ്രോതസ്സുകളാണ്. അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി ലോകം ശ്രദ്ധിക്കുന്ന ഒട്ടേറെ പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കുന്ന ജില്ലയാണ്. ആ നടപ്പിലാക്കുന്ന പദ്ധതികളും പരിപാടികളും ഒക്കെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ള ഒരു അവസരത്തെ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പായി അവർക്കെതിരായി അത് വിനിയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നാണ് നേതൃത്വം അറിയിക്കുന്നത്. അപ്പൊ ഇനി DCC പ്രസിഡന്റ് VS ജോയിയുമായൊക്കെ സംസാരിക്കുമ്പോൾ ഭിന്നമായ സ്വരം പറയുമോ? അവിടെ ഒരു ഐക്യമുണ്ടോ? ഇപ്പൊ അങ്ങ് പറഞ്ഞു ഇത് UDFന്റെ പൊതു തീരുമാനമാണ് എന്ന്. അങ്ങനെ ഞാൻ ഒരു കൃത്യതയോടുകൂടി എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ശരി, അത് മലപ്പുറത്തെ മാത്രം ഒരു തീരുമാനമാണ്, അവിടുത്തെ സവിശേഷമായ സാഹചര്യമാണ് എന്നതാണ് അങ്ങ് ലീഗിന് വേണ്ടി പറയുന്നത്.